പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിട്ട് നിർത്തിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. 6 ക്വസ്റ്റ്യനോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് ചെയ്ത് നിർത്തിയതാണ്. 7ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് ദ പ്രോഡക്റ്റ് 3a - 5b ഡോട്ട് 2a + 7b. ഒരു ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ആ കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. 3a - 5b ഡോട്ട് 2a + 7b. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അതായത് 3a ഡോട്ട് 2a, 3a കൊണ്ട് രണ്ട് ടേമിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അതുമാതിരി -5b കൊണ്ട് രണ്ട് ടേമിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞു. 3a ഡോട്ട് 2a പ്ലസ് 3a ഡോട്ട് 7b മൈനസ് 5b ഡോട്ട് 2a മൈനസ് 5b ഡോട്ട് 7b. 3യും 2ഉം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 6 വരും. a ഡോട്ട് a എന്ന് പറയുന്നതിനെ മാഗ്നിറ്റ്യൂഡ് a² എന്ന് പറഞ്ഞ് എഴുതാം. പ്ലസ് 3 × 7 എന്ന് പറഞ്ഞാൽ 21 വരും. അപ്പോൾ അവിടെ അങ്ങനെ 21 a ഡോട്ട് b എന്ന് പറഞ്ഞ് എഴുതാം. മൈനസ് 5 × 2 10 ആണ് വരിക. 10b ഡോട്ട് a മൈനസ് 5 × 7 എന്ന് പറഞ്ഞാൽ 35 ആണ്. b ഡോട്ട് b എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് b² ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 6 മാഗ്നിറ്റ്യൂഡ് a². ഇവിടെ 21 a ഡോട്ട് b ഉണ്ട്, ഇവിടെ 10 b ഡോട്ട് a ഉണ്ട്. a ഡോട്ട് ബിയും b ഡോട്ട് എയും ഈക്വൽ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 21 ടേമിൽ നിന്ന് 10 ടേം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 11 ടേംസുകൾ ബാലൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? 11 a ഡോട്ട് b മൈനസ് 35 മാഗ്നിറ്റ്യൂഡ് b². മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബി അറിയാമെങ്കിലാണ് നമുക്കിനി മുൻപിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ a ഡോട്ട് ബിയും. ഇതൊന്നും നമുക്കിനി പ്രത്യേകം പറയാത്തത് കൊണ്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യം വന്നു കഴിഞ്ഞാൽ സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ആശയം എടുത്തിട്ട് പോവുക. a ഡോട്ട് എ കാണുന്നതിന് പകരം മാഗ്നിറ്റ്യൂഡ് a² എഴുതുക. b ഡോട്ട് ബി എന്ന് പറയുന്നത് കാണുന്നതിന് പകരം മാഗ്നിറ്റ്യൂഡ് b² എന്ന് പറഞ്ഞ ആശയം എഴുതുക. a ഡോട്ട് ബിയും b ഡോട്ട് എയും ഈക്വൽ ആയതുകൊണ്ട് ഈ ടേം ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ വരും. അത് എങ്ങനെയാണോ ചെയ്യാൻ നമുക്ക് അവസരം വരുന്നത് അതനുസരിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് x ഈ ഫോർ എ യൂണിറ്റ് വെക്റ്റർ a വെക്റ്റർ x - a ഡോട്ട് x + a = 12. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. x - a ഡോട്ട് x + a എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. a എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് x എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. x കൊണ്ട് ആദ്യം നമ്മൾ രണ്ട് ടേമിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അടുത്തത് -a കൊണ്ട് രണ്ട് ടേമിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ കാര്യത്തെ എങ്ങനെ എഴുതാം? x ഡോട്ട് x പ്ലസ് x ഡോട്ട് a മൈനസ് a ഡോട്ട് x മൈനസ് a ഡോട്ട് a ഈക്വൽ ടു 12. x ഡോട്ട് x എന്ന് പറയുന്നതിന് പകരം മാഗ്നിറ്റ്യൂഡ് x². x ഡോട്ട് a പോസിറ്റീവ് ആണ്, ഇവിടെ a ഡോട്ട് x നെഗറ്റീവ് ആണ്. രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവും ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. മൈനസ് a ഡോട്ട് എക്ക് പകരം മൈനസ് മാഗ്നിറ്റ്യൂഡ് a² ഈക്വൽ ടു 12. ഇതിൽ x എന്ന് പറയുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് a 1 ആണ് വരിക. 1² എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു 12. ഇംപ്ലൈസ് മാഗ്നിറ്റ്യൂഡ് x² ഈക്വൽ ടു 12 + 1 13 എന്ന് പറഞ്ഞ ആശയം വരുന്നു. മാഗ്നിറ്റ്യൂഡ് x is equal to √13. അടുത്തത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ പോലെയല്ല. നമുക്ക് ചോദിക്കുകയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. ഇതൊരു ഇൻഇക്വാലിറ്റി ആണ്. ഈ ഇൻഇക്വാലിറ്റിക്ക് ഒരു പ്രത്യേക പേര് കൊടുക്കും. CS ഇൻഇക്വാലിറ്റി എന്നാണ് പറയുക. കോഷി ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രൂവ് ദാറ്റ് കോഷി ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. ഇതുവരെ വന്നിട്ടൊന്നുമില്ല. വരികയാണെങ്കിൽ ആ രീതിയിലാണ് ചോദ്യം വരിക. എന്താണ് ആ ഇൻഇക്വാലിറ്റി പറയുന്നത്? ഫോർ എനി ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, എ വെക്ടറും ബി വെക്ടറും ഏത് വെക്ടർ ആണെങ്കിലും we always have modulus a dot b less than or equal to magnitude a into magnitude b. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു ഏത് എ വെക്ടറും ബി വെക്ടറും നമ്മൾ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിതിലെ എയോ ബിയോ 0 വെക്ടർ ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ അത് ട്രിവിയലി ഹോൾഡ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താ? ഇതിലേതെങ്കിലും ഒന്ന് 0 വെക്ടർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 0 ആണ് വരിക. അതുകൊണ്ട് റൈറ്റ് സൈഡും എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പോൾ നമുക്ക്
ഇഫ് എയ്തർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 ദെൻ ദിസ് കണ്ടീഷൻ ഈസ് ട്രിവിയലി ഹോൾഡ് എന്ന് പറഞ്ഞ ആശയം പറയാം. ഇനി അല്ലാത്ത കേസുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ആശയം കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി. ഇവിടെ ഞാൻ ചെറിയ വ്യത്യാസങ്ങളൊന്ന് വരുത്താൻ പോവാണ്. മോഡുലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ ആശയമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെയും എന്താണ് വരുന്നത്? മോഡുലസ് എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നത്. ഇവിടെ ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് പോസിറ്റീവ് ആയിക്കോളും. അതുകൊണ്ട് വീണ്ടും നമ്മൾ മോഡുലസ് അപ്ലൈ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ പറയാം, മോഡുലസ് എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി. ഈ മോഡ് കോസ് തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവാനാണ് സാധ്യതയുള്ളൂ. മോഡുലസ് കേസ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മോഡ് കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഈ ടേം എന്ന് പറയുന്നത് എന്ത് തന്നെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? മോഡുലസ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. ഈ ഡിവിഷനിൽ കിടക്കുന്ന രണ്ട് ടേമും നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് കൊണ്ടുപോയി. സാധാരണ ഈക്വൽ ചെയ്യുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ ആശയത്തിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇൻഈക്വാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോൺ സീറോ ആയിട്ടുള്ള പോസിറ്റീവായ ഏത് നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഈക്വാലിറ്റിയുടെ രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്, മാഗ്നിറ്റ്യൂഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? സി എസ് ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം പോലെ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു എക്സാമ്പിളാണ്. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ ചില വർഷങ്ങളിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നർത്ഥം. എന്താണ് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പറയുന്നത്? ഫോർ എനി ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി വി ആൾവേസ് ഹാവ് മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി. എ പ്ലസ് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തിയാൽ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബിയുമായി അത് ഉണ്ടാക്കുന്ന ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷനാണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഇതിന് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു സൈഡ് എ വെക്ടറായിട്ടും മറ്റൊരു സൈഡ് ബി വെക്ടറായിട്ടും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് തുല്യമായിരിക്കും എന്നുള്ളത് നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ഇതിനൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് വരുന്നത്? ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആശയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് എക്ക് തുല്യമാണ്. പർട്ടിക്കുലർ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി. കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് ബി. ഇതിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്. അതുകൊണ്ട് തന്നെ രണ്ടും തമ്മിലുള്ള അഡീഷൻ എന്ന് പറഞ്ഞ ലോജിക്കിൽ എന്ത് പറയാം? 2 എ ഡോട്ട് ബി എന്ന് പറഞ്ഞ ആശയം പറയാം. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ആശയമാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മോഡുലസ് എ ഡോട്ട് ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ആർ. എക്സ് എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ എടുക്കുകയാണെങ്കിലും ഈ ഒരു കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ അങ്ങനെ മോഡുലസ് ഉണ്ടായിരുന്നില്ല, താഴെ ഞാൻ മോഡുലസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എ ഡോട്ട് ബി എന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് എന്ത് കയറി വരുന്നത്? ശരിക്കും അതിൻ്റെ മോഡുലസ് കേസ് കയറി വരിക. എക്സ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് കേസ് അതിൻ്റെ മുകളിലാണ് കയറി വരിക. അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ എ ഡോട്ട് ബി ആണ്, പക്ഷേ ഇവിടെ മോഡുലസ് എ ഡോട്ട് ബി ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ആശയമാണ് കയറി വരുന്നത്. ഇനി തൊട്ട് മുമ്പേ സി എസ് ഇൻഈക്വാലിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? മോഡുലസ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി. ആ ഒരു കണ്ടീഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ പ്ലസ് 2 മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ. ഇപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ വേണം, അത് അവിടെ ഉണ്ട്. 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി വേണം, അത് ഇവിടെ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ വേണം, അത് മുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് പകരം നമുക്ക് ഈ ഒരു ആശയം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരിക്കും എന്താണ്? മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിൽ നിന്നും സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് എഴുതാം? മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി. ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ കാര്യം കണ്ടെത്തൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഈക്വൽ കേസ് എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നമുക്കൊരു റിമാർക്ക് പറയാം. ആ റിമാർക്ക് ഉപയോഗിച്ചുകൊണ്ട് 3 പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റുകൾ കൊളീനിയർ പോയിന്റ്സ് ആണ് എന്നുള്ള കാര്യം തെളിയിക്കുന്ന ഒരു ആശയം പറയാൻ വേണ്ടി പറ്റും. റിമാർക്കിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ദ ഈക്വാലിറ്റി ഹോൾഡ്സ് ഇൻ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി, ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയിലെ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറഞ്ഞ് എഴുതാം. ഇത് ശരിക്ക് ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് എ സി വെക്ടർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എ ബി വെക്ടർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ബി സി വെക്ടർ. നമ്മളിതിൽ ഈ മാഗ്നിറ്റ്യൂഡ് ഇല്ലാത്തൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. എ സി വെക്ടർ ഈക്വൽ ടു എ ബി വെക്ടർ പ്ലസ് ബി സി വെക്ടർ. അത് ശരിക്കും എന്താണ്? ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞ ആശയമാണ്. അപ്പോൾ ഈക്വാലിറ്റി കേസ് വരുമ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. ഇങ്ങനെ ഒരു ആശയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഷോ ചെയ്യുന്നത് എ കോമ ബി കോമ സി എന്ന് പറഞ്ഞ ആ 3 പോയിന്റുകൾ കൊളീനിയർ പോയിന്റ്സ് ആണ് എന്നുള്ള ആശയത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് എ ബി സി എന്ന് പറഞ്ഞ 3 പോയിന്റോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടറോ നമുക്ക് തന്നതിന് ശേഷം അത് കൊളീനിയർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ റിമാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. 3 മാർക്ക് വെയിറ്റേജിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, ബി എന്ന് പറഞ്ഞ പോയിന്റ് പൊസിഷൻ വെക്ടർ, സി എന്ന് പറഞ്ഞ പോയിന്റ് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റുകളും കൊളീനിയർ പോയിന്റ്സ് ആണ് എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ ഈ പൊസിഷൻ വെക്ടറുകളെ ഞാൻ പോയിന്റുകളാക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതിനെ എങ്ങനെ വിചാരിക്കാം? എ എന്ന് പറഞ്ഞ പോയിന്റ് ഐ ജെ കെ കോഎഫിഷ്യന്റ് എടുത്താൽ മതി, -2 3 5. ബി എന്ന് പറഞ്ഞ പോയിന്റ് 1 2 3. സി എന്ന് പറഞ്ഞ പോയിന്റ് 7 0 -1. പ്രത്യേകം ശ്രദ്ധിക്കുക, ജെയിൻ്റെ ടൈം അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യന്റ് 0 ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അത് 0 ആയിട്ട് എടുക്കുക തന്നെ വേണം. ഓക്കെ, നമുക്കിനി ശരിക്കും കാണാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെക്റ്റർ എ ബി എന്ന് പറഞ്ഞ ആശയം കാണണം, വെക്റ്റർ ബി സി എന്ന് പറഞ്ഞ ആശയം കാണണം, വെക്റ്റർ എ സി എന്ന് പറഞ്ഞ ആശയം കാണണം. അതിനുശേഷം ഇവയുടെ മാഗ്നിറ്റ്യൂഡ് കാണും. തൊട്ട് മുമ്പത്തെ റിമാർക്കിൽ പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ആദ്യം വെക്റ്റർ എ ബി എന്ന് പറഞ്ഞ ആശയം കാണുമ്പോൾ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതി. അതായത് ഇവിടെ കാണുന്ന നമ്പറിൽ നിന്ന് ഇപ്പുറത്തെ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അതിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ പോയിന്റുകളാക്കി മാറ്റിയത്. ഒരു എന്താ 1 - -2, 2 - 3, 3 - 5. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരുന്നു, -1 -2. ഇതേപോലെ ബി സി എന്ന് പറഞ്ഞാൽ സിയിൽ നിന്ന് ബി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്താ വരിക? 7 - 1, 0 - 2, -1 -3. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 -2 -4. എ സി എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെങ്കിൽ സിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. അതായത് 7 - -2, 0 -3, -1 -5. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരും? 9 വരും. രണ്ടാമത്തത് -3 വരും. മൂന്നാമത്തത് -6 എന്ന് പറഞ്ഞ ആശയം വരും. ഇനി മാഗ്നിറ്റ്യൂഡ് എ ബി എന്ന് പറഞ്ഞ കാര്യം എഴുതണം എന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഈ കാണുന്ന നമ്പറുകൾ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ 3ന്റെ സ്ക്വയർ 9 വരും, പ്ലസ് -1ന്റെ സ്ക്വയർ 1 വരും, പ്ലസ് 2ന്റെ സ്ക്വയർ 4 വരും. അതായത് റൂട്ട് 14. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ബി സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് ബി സി എന്ന് പറയുന്നതിൽ 6 - 2 -4 ആണ്. 6ന്റെ സ്ക്വയർ 36, -2ന്റെ സ്ക്വയർ 4, -4ന്റെ സ്ക്വയർ 16, which is equal to root 56. മാഗ്നിറ്റ്യൂഡ് എ സി എന്ന് പറയുന്ന കാര്യം റൂട്ട് ഓഫ് 9ന്റെ സ്ക്വയർ 81 വരും, പ്ലസ് -3ന്റെ സ്ക്വയർ 9 വരും, -6ന്റെ സ്ക്വയർ 36 വരും, which is equal to root 126. ഇപ്പോൾ നമുക്ക് 3 കാര്യങ്ങളും കിട്ടി. പക്ഷേ ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിമാർക്കിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ റൂട്ടിനകത്ത്
വാല്യൂസുകളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ ഏറ്റവും മിനിമം നിൽക്കുന്നത് ഏത് നമ്പറാണോ ആ നമ്പറിലേക്ക് മറ്റ് രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസുകൾ വരാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആലോചിക്കുന്നത് √56 എന്ന് പറയുന്നതിനെ √14 കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ 56നെ 14 കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 4 × 14 എന്ന് പറഞ്ഞ് എഴുതാം. അതേമാതിരി √126 എന്ന് പറയുന്നതിനെ 9 × 14 എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇത് എത്രയായിട്ട് മാറി? 2√14 ആയിട്ട് മാറി. ഇത് 3√14 എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറി. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. മാഗ്നിറ്റ്യൂഡ് AB പ്ലസ് മാഗ്നിറ്റ്യൂഡ് BC എന്ന് പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? √14 പ്ലസ് 2√14 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 3√14 ആണ് വരിക. അത് എന്ത് തന്നെയാണ്? മാഗ്നിറ്റ്യൂഡ് AC എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം therefore A, B, C are collinear. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് A - B. മാഗ്നിറ്റ്യൂഡ് A - B ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ട് വെക്ടേഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസുകൾ മാഗ്നിറ്റ്യൂഡ് A എന്ന് പറയുന്നത് 2 ആണ്, മാഗ്നിറ്റ്യൂഡ് B എന്ന് പറയുന്നത് 3 ആണ്, A.B എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് A - B എന്താണ് എന്നുള്ളതാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ആശയം ഇവിടെ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡിൻ്റെ ആശയം തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് A - B ആണ് കാണുകയും ചെയ്യാനുള്ളത്. അപ്പം നമ്മളിതിനെ ഡോട്ട് പ്രൊഡക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഫോർമുല ഒന്ന് ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് A - B സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A - B ഡോട്ട് A - B എന്ന് പറഞ്ഞ് എഴുതാം. ഏതാണ് ഐഡിയ വരുന്നത്? പർട്ടിക്കുലർ കേസാണ്. A.A എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് A സ്ക്വയർ ആണ്. അത് തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയം കിട്ടുന്നു. നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താ വരിക? A.A മൈനസ് A.B മൈനസ് B.A പ്ലസ് B.B. ഇതിൽ ആദ്യത്തത് മാഗ്നിറ്റ്യൂഡ് A സ്ക്വയർ ആണ്. രണ്ടും ഒരേ സിമ്പിളോട് കൂടി നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്യുന്ന സമയത്ത് -2 A.B എന്ന് പറഞ്ഞ് എഴുതാം പ്ലസ് മാഗ്നിറ്റ്യൂഡ് B സ്ക്വയർ. ഇതിൽ മാഗ്നിറ്റ്യൂഡ് A എന്ന് പറയുന്നത് നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2ന്റെ സ്ക്വയർ ആണ് വരിക. A.B എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് 4 എന്ന് പറയുന്ന ആശയം അവിടെ കൊടുക്കുന്നു. പ്ലസ് B.B എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് B സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് B എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 3 സ്ക്വയർ എന്ന് പറയുന്ന ആശയമാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 4 - 8 + 9 വിച്ച് ഇസ് ഈക്വൽ ടു 4 - 8 എന്ന് പറഞ്ഞാൽ -4 ആ വരിക. -4 + 9 എന്ന് പറയുന്നത് 5 വരുന്നു. therefore മാഗ്നിറ്റ്യൂഡ് A - B ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് A - Bയുടെ സ്ക്വയർ ആണ് 5 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റൂട്ട് കേസ് എന്ന് പറയുന്ന ആശയമാണ് മാഗ്നിറ്റ്യൂഡ് A - B വരിക. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 മാർക്ക് വെയിറ്റേജിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ തന്നിരിക്കുന്നത് എയും ബിയും സിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. കൂടാതെ അതൊരു സച്ച് ദാറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ചെയ്ത് കഴിഞ്ഞാൽ അത് 0 വെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ A.B പ്ലസ് B.C പ്ലസ് C.A എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ കണ്ടീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് പറയുന്നത് 0 വെക്ടറാണ്. ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും സ്റ്റാർട്ടിങ്ങിൽ A ഡോട്ട് എന്ന് പറയുന്ന ആശയം അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A ഡോട്ട് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ഈക്വൽ ടു A ഡോട്ട് 0 വെക്ടർ. ഏതെങ്കിലും ഒന്ന് 0 വെക്ടറാണ് വരുന്നതെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഈക്വൽ ടു 0 എഴുതാം. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ A ഡോട്ട് A പ്ലസ് A ഡോട്ട് B പ്ലസ് A ഡോട്ട് C ഈക്വൽ ടു 0. A ഡോട്ട് A എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് A സ്ക്വയർ എന്ന് പറയുന്ന കാര്യമാണ്. പ്ലസ് A ഡോട്ട് B പ്ലസ് A ഡോട്ട് C ഈക്വൽ ടു 0. ഇത് മാഗ്നിറ്റ്യൂഡ് A 1 ആണ്, കാരണം യൂണിറ്റ് വെക്ടർ ആണ്. അതുകൊണ്ട് 1 സ്ക്വയർ 1 ആണ് വരിക. ഈ 1നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ A ഡോട്ട് B പ്ലസ് A ഡോട്ട് C എന്ന് പറയുന്നത് -1ന് തുല്യമായിരിക്കും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ A വെച്ചാണ് ഡോട്ട് പ്രോഡക്റ്റ് എടുത്തത്. അടുത്തത് നിങ്ങൾ ഇതേമാതിരി B വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ എന്താണ് വരുന്നത്? B ഡോട്ട് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ഈക്വൽ ടു വെക്ടർ B ഡോട്ട് വെക്ടർ 0 ഈക്വൽ ടു 0. കാരണം ഏതെങ്കിലും ഒന്ന് 0 ആയാൽ എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഇവിടെ നിന്ന് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എഴുതുന്ന സമയത്ത് B ഡോട്ട് A പ്ലസ് B ഡോട്ട് B പ്ലസ്
ബി ഡോട്ട് സി ഈക്വൽ ടു 0. ഇതിലിവിടെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ഇത് മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ ആണ്. മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ ആണെങ്കിൽ അത് 1 ആണ് മാഗ്നിറ്റ്യൂഡ് ബി. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് വരിക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് സി ഈക്വൽ ടു മൈനസ് മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ ആണ് വരിക, അതായത് -1. ഇക്വേഷൻ നമ്പർ 2. എ കൊണ്ട് ലെഫ്റ്റിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു, ബി കൊണ്ട് ലെഫ്റ്റിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു, അടുത്തത് സി കൊണ്ട് എടുക്കുക. അപ്പോൾ സി ഡോട്ട് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് പറയുന്നത് സി ഡോട്ട് 0 വെക്റ്റർ ഈക്വൽ ടു 0. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് ബി പ്ലസ് സി ഡോട്ട് സി ഈക്വൽ ടു 0. ഇത് മാഗ്നിറ്റ്യൂഡ് സി സ്ക്വയർ ആണ്. ഇതിന്റെ വാല്യൂ 1 സ്ക്വയർ ആണ് വരിക, അതായത് 1 ആണ് വരിക എന്ന് നമുക്കറിയാം. ഈ 1നെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ -1 വരുന്നു. അപ്പൊ നമുക്ക് അടുത്ത് എന്ത് എഴുതാം? സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് ബി ഈക്വൽ ടു -1. ഇക്വേഷൻ നമ്പർ 3. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 1 പ്ലസ് 2 പ്ലസ് 3 3 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ഇക്വേഷനിൽ എ ഡോട്ട് ബി ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിൽ ബി ഡോട്ട് എ ഉണ്ട്. അപ്പോൾ അഡീഷൻ വരുമ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുന്നത് 2 അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷനിൽ എ ഡോട്ട് സി ഉണ്ട്, അതുമാതിരി തേർഡ് ഇക്വേഷനിൽ സി ഡോട്ട് എ ഉണ്ട്. അപ്പോൾ എ ഡോട്ട് സി 2 ഇനി സെക്കൻഡ് ഇക്വേഷനിൽ ബി ഡോട്ട് സി ഉണ്ട്, തേർഡ് ഇക്വേഷനിൽ സി ഡോട്ട് ബി ഉണ്ട്. അതുകൊണ്ട് അത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഈ 2 വരും. അപ്പോൾ ഈ ഓരോ ടേമും ഈ 2 വെച്ച് വരുന്നതിന് ഞാൻ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് എഴുതുകയാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈക്വൽ ടു റൈറ്റ് സൈഡിലെല്ലാം -1 ആണ് വരുന്നത്. എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? -3 എന്ന് പറഞ്ഞ ആശയം വരുന്നു. Therefore എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഈ ഒരു വാല്യൂ തന്നെയാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇതേ ടൈം തന്നെയാണ് ഇവിടെ കിടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ മാഗ്നിറ്റ്യൂഡും 1 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലെല്ലാം എന്താണോ എന്നുള്ളത് -1 എന്ന് പറഞ്ഞ ആശയമാണ് വന്നിരിക്കുന്നത്. മിസ്ലേനിയസ് എക്സാമ്പിൾ എന്ന് പറയുന്നതിൽ ഒരു ക്വസ്റ്റ്യനിൽ മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 3, മാഗ്നിറ്റ്യൂഡ് ബി 4, മാഗ്നിറ്റ്യൂഡ് സി 5 എന്ന് പറഞ്ഞ് തന്നിട്ട് ഇതേ വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നിറ്റ്യൂഡ് എ 3 ആണ് വരുന്നത് എങ്കിൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് 9 വരും. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ -9 ആവും. മാഗ്നിറ്റ്യൂഡ് ബി 4 ആണ് തന്നിരിക്കുന്നതെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആശയം ഇവിടെ ഇങ്ങനെ എന്ത് വരും? 16 വരും. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ -16 ആണ് വരിക. അതുപോലെ അടുത്തത് സി എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ് തന്നിരിക്കുന്നത് എങ്കിൽ മാഗ്നിറ്റ്യൂഡ് സി സ്ക്വയർ എന്ന് പറയുന്നത് 25 വരും. അത് റൈറ്റിലേക്ക് പോകുമ്പോൾ -25 ആണ് വരിക. അപ്പോൾ അവിടുത്തെ അഡീഷൻ എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത് എങ്ങനെയാണ്? -9 പ്ലസ് -16 പ്ലസ് -25. ആ പറയുന്ന കാര്യത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? അവിടുത്തെ ആൻസർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ്, ഒരേ മോഡൽ തന്നെയാണ്. വ്യത്യാസം എവിടെയാണ് വരുന്നത്? മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും മാഗ്നിറ്റ്യൂഡ് സിയും ഇവിടെ യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് 1 ആണ്, പക്ഷെ അവിടെ സെപ്പറേറ്റ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ വേണം ചെയ്യാൻ. പക്ഷേ രണ്ടും ചെയ്തു പോകുന്നത് ഈ ഒരു ലോജിക്കിലാണ്. അതായത് രണ്ടിലും എന്ത് പറയും? എ പ്ലസ് ബി പ്ലസ് സി 0 വെക്ടർ ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റിൽ എ കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും, പിന്നീട് ബി കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും, പിന്നീട് സി കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കും. ഓരോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടുന്നു. ആ 3 ഇക്വേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കണ്ടെത്താനുള്ള വാല്യൂ പറഞ്ഞിരിക്കുന്നത് ആ പറയുന്ന ആശയം കണ്ടെത്താൻ വേണ്ടി പറ്റുന്നു. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് 3 വെക്ടറുകൾ തന്നിട്ടുണ്ട്, വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി. ഒരു കണ്ടീഷൻ കൂടി പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. എ പ്ലസ് ലാംഡ ബി എന്ന് പറഞ്ഞ വെക്ടർ സി എന്ന് പറഞ്ഞ വെക്ടറിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ എ പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നത് സിക്ക് പെർപെൻഡിക്കുലർ ആണ്. നമുക്കറിയാം 2 വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്നും എന്ത് പറയാം? നമുക്ക് വെക്ടർ എ പ്ലസ് വെക്ടർ ലാംഡ ബി ഡോട്ട് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ വെക്ടർ എ എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. 2i പ്ലസ് 2j പ്ലസ് 3k. അത് ഞാൻ അതുപോലെ എഴുതി. പ്ലസ് ലാംഡ ബി എഴുതണമെങ്കിൽ എല്ലാ ടൈമിനെയും ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ലാംഡ ഐ പ്ലസ് 2 ലാംഡ ജെ പ്ലസ് ലാംഡ കെ ഡോട്ട് സി വെക്ടർ എന്ന് പറയുന്ന കാര്യം. സി വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് 3i പ്ലസ് ജെ.
ഈ ഡോട്ട് പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം, 0 ആണെന്ന് നമുക്കറിയാം. ഇനി ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഐൻ്റെ കോഎഫിഷ്യൻറ്റുകൾ ആഡ് ചെയ്യും, ജെൻ്റെ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യും, കെൻ്റെ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്യും. ഈ ഒരു ലോജിക്കാണ് നമ്മളോട് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഐൻ്റെ ടൈം ആഡ് ചെയ്യുക, ജെൻ്റെ ടൈം ആഡ് ചെയ്യുക, കെൻ്റെ ടൈം ആഡ് ചെയ്യുക. അങ്ങനെ അഡീഷൻ വരുന്ന സമയത്ത് 2i പ്ലസ് മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതിനെ 2 മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ് എഴുതാം. അതുമാതിരി 2j പ്ലസ് 2 ലാംഡ ജെ എന്ന് പറയുന്നത് 2 പ്ലസ് 2 ലാംഡ ജെ പ്ലസ് 3k പ്ലസ് ലാംഡ കെ എന്ന് പറയുന്നത് 3 പ്ലസ് ലാംഡ ഇൻറ്റു കെ. അപ്പോൾ നമ്മളിത് രണ്ടും തമ്മിലുള്ള അഡീഷൻ കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഡോട്ട് 3i പ്ലസ് ജെ എന്ന് പറയുന്നത് 0 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നിച്ചൊറ്റ വെക്ടറാണ്. ഇനി രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഐൻ്റെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ജെൻ്റെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, കെൻ്റെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അതേ ലോജിക്കിൽ ഇവിടെ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 മൈനസ് ലാംഡ ഇൻറ്റു ഐൻ്റെ കോഎഫിഷ്യന്റ് അവിടെ 3 ആണ്, പ്ലസ് ഇവിടെ 2 പ്ലസ് 2 ലാംഡയാണ് ജെൻ്റെ കോഎഫിഷ്യന്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ 1 ആണ് വരുന്നത്, അപ്പുറത്ത് വരുന്നത് 1 ആണ്, അതുകൊണ്ട് ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് കെൻ്റെ കോഎഫിഷ്യന്റ് ഇവിടെ 3 പ്ലസ് ലാംഡയാണ്, അവിടെ കെൻ്റെ ടേം ഇല്ല, അപ്പോൾ നമ്മൾ 0 എന്ന് പറഞ്ഞെടുക്കുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇതിൽ ഈ ടേം കംപ്ലീറ്റ് 0 ആയി പോയി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതില്ല. ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 മൈനസ് 3 ലാംഡ പ്ലസ് 2 പ്ലസ് 2 ലാംഡ ഈക്വൽ ടു 0. 1 മൾട്ടിപ്ലൈ ചെയ്തു, 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 8 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ലാംഡ ഈക്വൽ ടു 8. ലാംഡയുടെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ലാംഡയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 8 ആണ് ആൻസർ കിട്ടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മോഡലാണ്. If the vertices a, b, c of a triangle ABC are 1 2 3 -1 0 0 0 1 2 respectively, find angle ABC. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസുകൾ ഉണ്ട്. ആ 3 വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് ആംഗിൾ ABC എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ജോമെട്രിക്കൽ ഐഡിയ ഒന്ന് ആലോചിക്കുകയാണ്. ജസ്റ്റ് വെറുതെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റ് 1 2 3 ആണ്. ബി എന്ന് പറയുന്നത് -1 0 0 എന്ന് പറഞ്ഞ കാര്യമാണ്. സി എന്ന് പറയുന്നത് 0 1 2 എന്ന് പറഞ്ഞ കാര്യമാണ്. ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആംഗിൾ നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? ബിന്റെ അവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ എ ബി എന്ന് പറഞ്ഞ വെക്ടറിനും ബി സി എന്ന് പറഞ്ഞ വെക്ടറിനും, എ ബി എന്ന് പറഞ്ഞ വെക്ടറിനും ബി സി എന്ന് പറഞ്ഞ വെക്ടറിനും ഇടയിലുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടർ എക്കും വെക്ടർ വിക്കും ഇടയിലുള്ള ആംഗിൾ കാണാൻ ഫോർമുല ഉണ്ട്. അതിൽ ചെറിയൊരു എഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എ ബി വെക്ടറിന്റെയും ബി സി വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആ ഫോർമുല ആദ്യം ഒന്ന് എഡിറ്റ് ചെയ്ത് എഴുതാണ്. കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബിക്ക് പകരം എന്ത് വരും? എ ബി ഡോട്ട് ബി സി ബൈ മാഗ്നിറ്റ്യൂഡ് എ ബി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി സി. ഇനി ഇതിലേക്ക് ആവശ്യമായ കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ എയും ബിയും നമുക്കറിയാം. എ ബി എന്ന് പറയുന്ന വെക്ടർ അറിയണം. എ ബി വെക്ടർ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ബിയിൽ നിന്നും എ മൈനസ് ചെയ്യുക. ബിയിൽ നിന്നും എ മൈനസ് ചെയ്യുമ്പോൾ -1ൽ നിന്ന് 1 മൈനസ് ചെയ്യുക, -1 -1. 0ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 0ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അതായത് എന്താണ് പോയിന്റുകൾ വരുന്നത്? -2 വരുന്നുണ്ട്, അടുത്തതും -2 ആണ് വരുന്നത്, അടുത്തത് -3. അടുത്തത് ബി സി എന്ന് പറയുന്ന വെക്ടർ, സിയിൽ നിന്ന് ബി മൈനസ് ചെയ്യുക. 0 -1 1 -0 2 -0 which is equal to
-1 വരുന്നതുകൊണ്ട് അവിടെ +1 ആണ് വരിക. 1 അടുത്തത് 2. അപ്പോൾ നമുക്ക് എ ബി വെക്ടറുമായി ബി സി വെക്ടർ എന്ന് പറഞ്ഞ ആശയം. ഈ എ ബിയും ബി സിയും മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് എന്ത് കാണാണ്ട് ഡോട്ട് പ്രോഡക്റ്റും കാണും, അതിന്റെ മാഗ്നിറ്റ്യൂഡും കാണാം. അപ്പോൾ ഞാൻ ആദ്യം ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. വെക്ടർ എ ബി ഡോട്ട് വെക്ടർ ബി സി ഈക്വൽ ടു ഇവിടെ കാണുന്ന നമ്പേഴ്സുകൾ കറസ്പോണ്ടിങ് ആയത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ -2 × 1 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് -2 × 1 എന്ന് പറയുന്നത് -2 പ്ലസ് -3 × 2 എന്ന് പറയുന്നത് -6. എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ -10. മാഗ്നിറ്റ്യൂഡ് എ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എല്ലാ നമ്പറുകളെയും സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. -2 ന്റെ സ്ക്വയർ 4 പ്ലസ് -2 ന്റെ സ്ക്വയർ 4 പ്ലസ് -3 ന്റെ സ്ക്വയർ 9 വിച്ച് ഇസ് ഈക്വൽ ടു √17. അടുത്തത് മാഗ്നിറ്റ്യൂഡ് ബി സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 1 ന്റെ സ്ക്വയർ 1, 1 ന്റെ സ്ക്വയർ 1, 2 ന്റെ സ്ക്വയർ 4 വിച്ച് ഇസ് ഈക്വൽ ടു √6. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ കാര്യങ്ങൾ നമ്മൾ ഫോർമുലയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് cos θ ഈക്വൽ ടു എ ബി ഡോട്ട് ബി സി എന്നതിന് പകരം നമുക്ക് -10 കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ബി എന്ന് പറയുന്നത് √17 വരുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ബി സി എന്ന് പറയുന്നത് √6 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് തീറ്റ എന്ന് പറഞ്ഞ കാര്യം എഴുതുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് -10 ഡിവൈഡഡ് ബൈ √17 × √6. നമുക്കിത് വേണമെങ്കിൽ √a × √b എന്ന് പറഞ്ഞാൽ √ab ആണെന്നൊക്കെ നമുക്കറിയാം. അത് ഉപയോഗിച്ച് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ മുഴുവനായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം മാർക്ക് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി. രണ്ട് വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഹാവിങ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്, ആ രണ്ടിനും പക്ഷേ എന്താണ്, ഒരേ മാഗ്നിറ്റ്യൂഡാണ് വരുന്നത്. ആൻഡ് സച്ച് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 60 ഡിഗ്രി. ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. കൂടാതെ അതിൻ്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ നമുക്കിവിടെ ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. കൂടാതെ മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും ഈക്വൽ ആണെന്നുള്ള ആശയം നമുക്ക് തന്നിട്ടുണ്ട്. അതും കൂടാതെ മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. എ ഡോട്ട് ബി എന്ന് പറയുന്ന ആശയം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1/2 എന്ന് പറഞ്ഞ ആശയമാണ്. നമുക്കറിയാം എ വെക്ടറിന്റെയും ബി വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല cos θ is equal to a dot b divided by മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി. ഇതിൽ തീറ്റ 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യുമ്പോൾ cos 60 ഡിഗ്രി ഈക്വൽ ടു എ ഡോട്ട് ബി എത്രയാണ് തന്നിട്ടുണ്ട്, 1/2 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് എ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മാഗ്നിറ്റ്യൂഡ് ബിക്ക് പകരം മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞ കാര്യം എഴുതുകയാണ്. ഈ cos 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ബൈ മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ. രണ്ട് സൈഡിലുമുള്ള 1/2 ക്യാൻസൽ ചെയ്യാം. രണ്ട് മുകളിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്തത്. അതായത് ഇവിടുന്ന് കിട്ടുന്ന ഐഡിയ എന്താണ്, മാഗ്നിറ്റ്യൂഡ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് അപ്പോൾ എത്ര വരുന്നു, 1 എന്ന് പറഞ്ഞ ആശയം വരുന്നു. മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് ബി എന്ന് പറയുന്നത് എന്താണ്, 1 തന്നെയാണ്. കാരണം ഈക്വൽ ആണെന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ബി ഈക്വൽ ടു 1. ഇത്രയും ചോദ്യങ്ങളാണ് സ്കെയിലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ളതും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞ ആയിട്ടുള്ള ഭൂരിഭാഗ ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ടാണ് നമ്മളത് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ മുഴുവനായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും വെക്റ്റർ ഓർ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.